മഹാദേവന്റെ ഉപദേശം അനുസരിച്ച് രുദ്രഗീതം അല്ലെങ്കിൽ ലോകാദേശം എന്ന മന്ത്രം സ്വീകരിച്ച് വെള്ളത്തിന് ഉള്ളത്തിൽ പോയി 10,000 വർഷം ആ 5 വയസ്സ് പ്രായമുള്ള കുട്ടികള് ഭഗവാനെ തപസ് ചെയ്തു. മഹാവിഷ്ണുവിന് എന്തെന്നില്ലാത്ത കാരുണ്യം തോന്നി. മഹാവിഷ്ണു ഗരുഡന്റെ പുറത്ത് കയറി 8 കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടുന്ന കാരുണ്യം കരകവിഞ്ഞൊഴുമ്പോഴേ 8 കൈകൾ പതുള്ളൂ. കാശിഷ്ടുനാ കനകവർണ്ണ വിഭൂഷണേന പ്രാജൽക്കപോലപതനോ വിരസൽക്കിരീട അഷ്ടായുധൈ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പിന്നെ ഓരോ കഥയ്ക്കും ഓരോ പ്രത്യേകത. സാധാരണ ഭക്തന്മാരൊക്കെ സ്തുതി കഴിഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുക. പ്രഹ്ലാദന്റെ കഥയിലും ധ്രുവന്റെ കഥയിലും ഗജേന്ദ്രന്റെ കഥയിലും ഒക്കെ അങ്ങനെയാ, സ്തുതി കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കുക. ഈ നേരെ മറിച്ച ആ കൊച്ചുകുട്ടികളോടുള്ള വാത്സല്യം ദാ ശ്രീ ഭഗവാനുവാച, ഭഗവാന്റെ അനുഗ്രഹമാണ്. യുദ്ധഗീതം കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഞാൻ തരുന്നുണ്ട്. പ്രജ്ഞാം ശോഭനം, നല്ല ബുദ്ധി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. വൃക്ഷങ്ങൾ എടുത്തു വളർത്തിയ കണ്ടു മഹർഷിക്കും അതുപോലെ പ്രമ്ലോദ എന്ന മഹിളാരത്നത്തിനുണ്ടായ പെൺകുട്ടിയെ വാർഷി അല്ലെങ്കിൽ മാരിഷ, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. 13ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ അറിയിപ്പ കണ്ടോ പ്രമ്ലോദയാലബ്ധ്വാ കന്യാകമലലോചന താഞ്ചാവവിദ്ധൂരുഹാനൃപനന്ദന. അങ്ങനെ അവരെ അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് നമോ നമ ക്ലേശവിനാശനായ ഭഗവാനെ അവര് സ്തുതിക്കുന്നത്. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. പറഞ്ഞ പോലെ വൃക്ഷങ്ങളെടുത്ത് വളർത്തിയ വാഷി അല്ലെങ്കിൽ മാരിഷ എന്ന പെൺകുട്ടിയെ ആ 10 ഉണ്ണികൾ ചേർന്ന് വിവാഹം കഴിച്ചു. അതിലുണ്ടായ മനോമന പുത്രൻ പ്രാചേതസദക്ഷൻ, പ്രചേതസ്സുകളുടെ പുത്രനായതുകൊണ്ട് പ്രാചേതസദക്ഷൻ. ആ കഥ നാളെ വായിക്കുന്ന ഭാഗം 31ാമത്തെ അധ്യായം. സകല കുശലപാത്രം, എല്ലാവർക്കും മംഗളം നൽകുന്ന നാരദ മഹർഷി ഈ 10 ഉണ്ണികളുടെ അടുക്കലും പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിച്ചത് നന്നായി. ഉദാഹരണം 14-15 ശ്ലോകങ്ങളിലൊക്കെ യഥാതരോർമൂലനിഷേചനേന കൃത്യന്തിതസ്കന്ധഭുജോപശാഖ. വൃക്ഷത്തിന്റെ മൂലി കയറി വളവിടാറില്ല, വെള്ളം ഒഴിക്കാറില്ല. വൃക്ഷത്തിന്റെ താഴെ വെള്ളം ഒഴിക്കാറില്ല അല്ലേ? അതാ യഥാതരോർമൂലനിഷേചനേന, വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് വൃക്ഷം മുഴുവൻ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു. ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിച്ചാൽ എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹമുണ്ടാവും. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, ആകാശാൽ പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി. ഇല്ല, മഴ വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് അവസാനം വെള്ളം കടലിലാ ചേരുക. ഇതുപോലെ എല്ലാ ദേവന്മാരെയും ദേവിമാരെയും ഉപാസിച്ചാൽ ആത്യന്തികമായ ഫലം നൽകുന്നത് ഗുരുവായൂരപ്പനാണ്. എന്നിവിടെ ഭഗവാൻ പ്രസാദിക്കണിലെ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. 19ാമത്തെ ശ്ലോകത്തിലുള്ള നാരദമഹർഷി നമുക്ക് പറയുന്ന ഉപദേശ ദയാ സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും ദയ കാണിക്കണം. സന്തുഷ്ടിയ, എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറണം. സർവേന്ദ്രിയോപശാന്തിയായ തുഷ്യതി ആശു ജനാർദ്ദന, ഭഗവാൻ വേഗം സന്തോഷിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹണം സാധിക്കണം. എന്ന് വെച്ചാലോ, നമ്മളെ ഇന്നും പറയുക വേണം വേണം എന്ന് പറയുന്നത് നമ്മള് വേണ്ട വേണ്ട എന്ന് പറയണം. വയസ്സായാലെങ്കിലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും കൊണ്ടുവരണം. വിഷയ സുഖങ്ങളെ, ലൗകികമായ ആ സുഖ സൗകര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും. അതാണ് സർവേന്ദ്രിയോപശാന്ത്യാച തുഷ്യത്യാശു ജനാർദ്ദന. ഇങ്ങനെ മൈത്രേയ മഹർഷിയിൽ നിന്നും എല്ലാ ഉപദേശങ്ങളും വിതുര മഹാത്മാവ് ഗ്രഹിച്ചു. 28ാമത്തെ ശ്ലോകത്തില് വേഗം എന്നിട്ടു, എന്താ ഉപദേശം കിട്ടും, മതിയായിട്ടല്ല. ഇപ്പൊ നാരദ മഹർഷി എത്രയോ പേർക്ക് സഹായം ഉപദേശം നൽകി. ധ്രുവന്, പ്രാചീന ബർഹിസിന്, അതുപോലെ പ്രചേതസ്സുക്കൾക്ക്. എനിക്കും ഉണ്ട് ഒരു ജ്യേഷ്ഠൻ. ആരാ? ധൃതരാഷ്ട്ര മഹാരാജാവ് കണ്ണു കാണാതെ ഭാര്യ കണ്ണു മൂടിക്കൊട്ട് സഞ്ചരിക്കുന്നു. അവർക്കും നല്ല ഉപദേശം കൊടുക്കണ്ടേ? ആ മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചു. എന്താ അത്? ആ ഗുരുനാഥന്റെ കാലുകൾ തലയെ വെപ്പിച്ചു. നമ്മളൊക്കെ എന്താ ചവിട്ടുക എന്നല്ല, മഹാന്മാരുടെ തലയാണ്, കാലുകളാണ് നമ്മുടെ തലയിൽ വരേണ്ടതെന്നാ. മുനി പ്രവൃത്തഭാവ അശ്രുകലാകുലോ മുനേ ദധാര മൂർധന ചരണം. പ്രത്യേകിച്ച് പറഞ്ഞു ഗുരുനാഥന്റെ കാലുകൾ, മൈത്രേയ മഹർഷിയുടെ കാലുകൾ വിദ്യുത മഹാശയന്റെ ശിരസിൽ വെപ്പിച്ചു എന്നാ. പിന്നെ മനസ്സിൽ ഭഗവാന്റെ പാദങ്ങളും ഹൃദാഹരേ. അതല്ല വേണ്ട, ഈശ്വരന്റെയും ഗുരുനാഥന്റെയും അനുഗ്രഹം വേണം എന്ന് കാണിക്കുക. പിന്നെ എന്താ, ഹസിനാപുരത്തിൽ വന്നു. ഇന്നലെ 13ാമത്തെ അധ്യായം ആ 1ാമത്തെ
സ്കന്ധത്തിൽ പറഞ്ഞതാ വിതുര തീർത്ഥയാത്രായ മൈത്രേയാൾ ആത്മനോഗതി ജ്ഞാത്വാകാൽ ഹാസ്യപുരം തയാവാപ്ത വിവത്സിത. നിങ്ങൾ ഇവിടെ വന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനും ഗാന്ധാരിക്കും ഉപദേശങ്ങൾ കൊടുത്തു. ഹിമാലയ പർവ്വതത്തിൽ കൊണ്ടുപോയി തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഭഗവാന്റെ ലോകത്തിലേക്ക് പോകുവാൻ അനുഗ്രഹിച്ചു അല്ലെങ്കിൽ സഹായിച്ചു. ഇങ്ങനെ ചതുർത്ഥസ്കന്ധത്തിന് വിതുരമൈത്രേയ സംവാദം 60 അധ്യായങ്ങളോടുകൂടിയ വിതുരമൈത്രേയ സംവാദത്തിന് ഒരു സമാപനം. എന്താ ഇതിന്റെ അർത്ഥം? എത്ര അറിവുണ്ടെങ്കിലും ഒരു ഗുരുനാഥൻ വേണമെന്ന. ധർമ്മരാജാവിന്റെ മനുഷ്യന്മാണ് വിതുരൻ. എല്ലാ അറിവുകളും ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂട്ടുകാരനാണ്. എന്നിട്ടും നമ്മളോടാ പറയണേ ഒരു ഗുരുനാഥൻ ആവശ്യ. മഹാഭാരതത്തിലെ ഏകലവ്യന്റെ കഥയുണ്ട്. പഴയ കാലത്ത് ജാതി വ്യവസ്ഥ, താഴ്ന്ന ജാതിയിലെ ഏകലവ്യൻ ദ്രോണാചാര്യർ പഠിപ്പിക്കാൻ തയ്യാറായില്ല എന്നാ, പിന്മാറിയില്ല എന്നാ. ദ്രോണാചാര്യർ പ്രതിമയുണ്ടാക്കി ഇതെന്റെ ഗുരുനാഥനാ. ആ പ്രതിമയെ നോക്കി എല്ലാ വിദ്യകളും പഠിച്ചു എന്നാ. നോക്കൂ, എത്ര അറിവുണ്ടെങ്കിലും ഒരു ഗുരുനാഥൻ വേണം. അത് മൈത്രേയ മഹർഷിയാകുന്ന ഗുരുനാഥന്റെ അനുഗ്രഹം വിതരണമുണ്ടായിന്ന. പിന്നീട് പഞ്ചമസ്കന്ധം ആരംഭിക്കുന്നു. 26 അധ്യായങ്ങളോടുകൂടിയ പഞ്ചമസ്കന്ധം. എന്താ സ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി? ഇതിന്റെ പുരാണ ലക്ഷണം അങ്ങനെയാ. സ്ഥിതിയിൽ വൈകുണ്ഠ വിജയ, ഭഗവാന്റെ വിജയം ആഘോഷിക്കുന്നു. പഞ്ചമസ്കന്ധം 26 അധ്യായങ്ങളിൽ. എന്താ ഇതിന്റെ പ്രത്യേകത? ഭാഗവതം പരിചയമുള്ളവർക്കറിയാം. മിക്കവാറും ഗദ്യരൂപത്തിലുള്ള വർണ്ണന. നമ്മൾ പറഞ്ഞു കാളിദാസന്റെ ശ്രേഷ്ഠമായ കൃതി ശ്യാമളാദണ്ഡകം. പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് വായിക്കേണ്ടതാ. ഗദ്യരൂപത്തില പ്രഹ്വദേവേശ ലക്ഷ്മീശ ഭൂതേശ തോയേശ വാണീശ ഹീനാശ ദൈത്യേശ യക്ഷേശ വായുജ്ഞകൂടീല മാണിക്യ സംപൃഷ്ടതാലാദമൊത്തമലാക്ഷാരുണ്യതാരുണ്യ ലക്ഷ്മി ഗൃഹീതം കൃപത്മേ സുപത്മേ ഉമേ. ഇങ്ങനെയൊക്കെയാ പോവുക. അതിന്റെ സൗന്ദര്യം ഒന്ന് വേറെയാ. ഇതുപോലെ ഭാഗവതിലെ പഞ്ചമസ്കന്ധവും ഗദ്യരൂപത്തില മിക്കവാറും അധ്യായങ്ങള്. അത് മലയാളത്തിൽ പാട്ടൊക്കെ ഉണ്ട്. പഞ്ചമസ്കന്ധത്തിൽ ഗദ്യപ്രവാഹമം പഞ്ചാരപ്പായസം ഉണ്ണാം. പിന്നെ പല പല പായസം ഉണ്ട്. കേരളീയരെ സംബന്ധിച്ച 1ാം സ്ഥാനത്തുള്ള പായസം അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പൊ അതുപോലെയാണ് ഇതിന്റെ സാഹിത്യ വർണ്ണന എന്ന് കാണിക്കുക. ഇവിടെ 1ാമത്തെ അധ്യായത്തിൽ പറഞ്ഞല്ലോ സ്വയംഭൂനും ശതരവാദേവി. ഇന്നലെ വൈകുന്നേരം പറയണ നമുക്കറിയാം. 3 പെൺകുട്ടികളുടെ വിവാഹ കഥ പറഞ്ഞു. അതിനുശേഷം ഉത്താനപാദന്റെ കഥ പറഞ്ഞു. ഭുവന്റെ കഥ പറഞ്ഞപ്പോൾ പ്രിയവ്രതൻ മൂത്രപുത്തുന്ന അത് അവസാനം സദ്യക്ക് പായസം അവസാന വിളമ്പി. അപ്പൊ എന്താ അതിന്റെ മാധുര്യം അല്ലെങ്കിൽ മഹാത്മ്യം കൊണ്ടാണ് പ്രിയവ്രതന്റെ കഥ അവസാനം പറയുന്നത്. അതാണ് പഞ്ചമസ്കന്ധത്തിൽ ഗദ്യപ്രവാഹമം പഞ്ചാരപ്പായസം ഉണ്ണാം പിന്നെ എന്ന് കാണിക്കുന്നു. അപ്പൊ 1ാമത്തെ അധ്യായത്തിൽ പ്രിയവ്രതന്റെ കഥ. ഇവിടെ 4ാമത് സംശയമായിട്ടാ തുടങ്ങുന്നത് തന്നെ. ആത്മാരാമൻ എന്ന വിശേഷം മഹാദേവന്, അതുപോലെ ഗുരുവായൂരുന്ന ഈ 4ാമതിനും വിശേഷം ആത്മാരാമൻ. ആത്മനി ആരമതേരി ആത്മാരാമ. തന്നെത്താനെ സന്തോഷിക്കുന്നു. ഭാര്യയുടെ കുടുംബമുണ്ട്. എന്നിട്ടും ഈശ്വരനെ ഭരിക്കാൻ സമയം കിട്ടി. അതെങ്ങനെ? ആ കഥകളാണ് 1ാമത്തെ അധ്യായത്തിൽ പ്രിയവ്രതന്റെ കഥ. 2ാമത്തെ അധ്യായത്തിൽ പ്രിയവ്രതന്റെ മൂത്രപുത്രനായ ആഗ്നീതന്റെ കഥ. 3ാമത്തെ അധ്യായത്തിൽ നാഭി മഹാരാജാവിന്റെയും മേരുദേവിയുടെയും പുത്രനായിട്ട് മഹാവിഷ്ണു ഋഷഭദേവൻ എന്ന പേരിൽ അവതരിക്കുന്നു.